വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യത്തെ 3 ചാപ്റ്ററുകളും വളരെ ഭംഗിയായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ചോദ്യം ചെയ്ത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ 3 ചാപ്റ്ററും വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല റേഞ്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, തീരെ സിമ്പിളായിട്ടുള്ള ചോദ്യമൊന്നും അല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും പല കുട്ടികളും കമൻറ്റിൽ പറയുന്നൊരു കാര്യമാണ്, സാർ ഇപ്പോഴാണ് ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചാനൽ ആദ്യം വരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പരസ്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ഒപ്റ്റിമൈസേഷനൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പൈസയും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ വേണം. നിങ്ങൾക്കറിയാമല്ലോ, ഇത് 1 മാൻ ഷോ ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ ജോലിക്കിടയിലുള്ള ചെറിയ സമയം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. സോ എൻ്റെ പരസ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ ക്ലാസ് കാണുന്ന നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ്സുകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് കൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ചാനൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പരസ്യം നിങ്ങളാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ചെയ്യണം. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസറുകൾ ഞാനൊരു PDF, ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത PDF ആണ്, ഒഫീഷ്യൽ ആൻസർ കീ ഒന്നും അല്ല. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വാട്സാപ്പ് ചെയ്യാം. എങ്കിലും ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, നോട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോകാം. എൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം എൻ്റെ സമയം വളരെ കുറവായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ മെസ്സേജുകളെല്ലാം നോക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തുടങ്ങാമല്ലോ, സമയം ഒട്ടും കളയുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം പറയുന്നത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെൻറ്റ് ദ മോണോമർ ഓഫ് നൈലോൺ 66. തന്നിട്ടുള്ളതിൽ നൈലോൺ 66ൻ്റെ മോണോമർ ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം നൈലോൺ 66-നകത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ 66 അല്ലേ. 66 നമ്മൾ കെമിസ്ട്രിയിൽ ഹെക്സ എന്ന വാക്കുകൊണ്ട് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, 6-നെ. അപ്പോൾ ഹെക്സാമെഥിലിൻ ഡയമീൻ ഇതിൽ നിന്നും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ 2 ഓപ്ഷനിൽ ഹെക്സാമെഥിലിൻ ഡയമീൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഉള്ള വഴി എന്ന് പറയുന്നത്, നൈലോൺ അല്ലേ. നൈലോൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 66 എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ 66-നെ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്, 66 എന്നാണ് അല്ലേ. ആ ആയിൽ നിന്ന് നമുക്ക് എന്താ ആലോചിച്ചെടുക്കാം, അഡിപ്പിക് ആസിഡ് ആലോചിച്ചെടുക്കാം. അപ്പോൾ 6-ൻ്റെ അല്ലേ കെമിസ്ട്രിയിലുള്ള പേരായിട്ടുള്ള ഹെക്സയും എടുക്കാം, അതുപോലെ തന്നെ 6-ൻ്റെ ആയിൽ നിന്ന് നമുക്ക് അഡിപ്പിക് ആസിഡും എടുക്കാം. അപ്പോൾ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ് നൈലോൺ 66ൻ്റെ മോണോമർ എന്ന് പറയുന്നത്. ഇത് പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞു, മോണോമറുകളുടെ പേര് ഉറപ്പായിട്ടും പഠിക്കണം. ചോദ്യം 1 ഉറപ്പായിട്ട് അവിടെ നിന്ന് കിട്ടും. ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആണോ നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, C ആണ്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആൽക്കീൻ എക്സ്, ആൽക്കീൻ ആണ്, ENE ആണ്, X വിത്ത് 2 കാർബൺ ആറ്റം undergo addition reaction with hydrogen to get the product Y. The symbols are not real. Choose the correct option from the following. അപ്പോൾ തന്നിട്ടുള്ളതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്തണം. പറഞ്ഞിട്ടുള്ളത് ഒരു ആൽക്കീൻ ഉണ്ട്. അപ്പോൾ ENE എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചോളണം, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതിൽ 2 കാർബണും ഉണ്ട്. അപ്പോൾ 2 കാർബണും അവർക്കിടയിൽ എന്താ ഉള്ളത്, ഡബിൾ ബോണ്ടുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി എത്ര ബോണ്ടാണ് ബാക്കിയുള്ളത്, 4 ബോണ്ടാണ്. ആ 4 ബോണ്ടിലുള്ളത് ആരായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. ആ 4 ബോണ്ടിലുള്ളത് ആരായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ മോളിക്കുലർ ഫോമിൽ എന്തായിരിക്കും, കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 4. ഓക്കെ, അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ് എന്ന് പറയുന്നത്. എല്ലാത്തിലും C2H4 C2H4. അപ്പോൾ AO DO നമുക്ക് ഉത്തരമായിട്ട് വരാം. ഇതെന്ത് ചെയ്യുന്നു, അഡീഷൻ റിയാക്ഷനിൽ ഏർപ്പെടുന്നു. ഓർമ്മയുണ്ടല്ലോ കോഡ്, അടി ഉണ്ടാക്കിപ്പിക്കുകയാണ്, ഡബിൾ ബോണ്ട് ബ്രേക്കായി സിംഗിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെ കാർബണും സിംഗിൾ ബോണ്ടാണ് ബാക്കിയുള്ളത്. പിന്നെ എത്ര ബോണ്ട് ഉണ്ടാവും, പിന്നീട് ബാക്കിയായിട്ട് 3 ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ആ 3 ബോണ്ടിലും ആര് വന്ന് ചേർന്നിട്ടുണ്ടാകും, ഹൈഡ്രജൻ വന്ന് ചേർന്നിട്ടുണ്ടാകും. സോ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും, കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം എത്രയായിരിക്കും, 6. അപ്പോൾ ഇതിനായിരിക്കും Y എന്ന് പറയുന്നത്. അപ്പോൾ C2H6 വരുന്ന ഓപ്ഷൻ ഏതാ, A ആണോ, A അല്ല.
അപ്പോൾ Y എന്ന് പറയുന്നത് C2H6 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. കണ്ടോ ചോദ്യങ്ങളുടെ രീതി കണ്ടോ? അത്ര ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. OR എന്നാൽ എന്താണ്? നമുക്ക് അത് സംശയമൊന്നും വരത്തില്ല, ഈതറാണ്. CHO എന്നാൽ ആൽഡിഹൈഡാണ്. COOH എന്ന് വെച്ചാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. OH എന്ന് വെച്ചാൽ അത് ആൽക്കഹോൾ ആണ്. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കോമൺ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ് കാണുന്നതെങ്കിൽ, അതായത് എ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എയിലെ 2 അങ്ങനത്തെ രീതിയിൽ കണ്ടോ, മനസ്സിലായല്ലോ ഓപ്ഷൻസ്. ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ നിങ്ങൾ എപ്പോഴും അവസാനത്തെ ആളെ നോക്കുക. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1ൻ്റെ ഉത്തരം എയുടെ ഉത്തരം 4 ആണ്. നോക്ക്, ഇവിടെയും എയുടെ ഉത്തരം 4 ആണ്, ഇതിലും എയുടെ ഉത്തരം 4 ആണ്. അപ്പോൾ നമ്മൾ ബി നോക്കേണ്ടി വരും. ബിയിൽ ഉത്തരം എ ആണ്. ബിയുടെ ഉത്തരം 1 വരുന്ന 3 ഓപ്ഷനുണ്ട്. സോ സമയം വേസ്റ്റാണ്. അപ്പോൾ ഈ ട്രിക്കിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഏറ്റവും നല്ല വഴി അവസാനത്തെ ആൾ ആദ്യം നോക്കിയാൽ മതി. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. OH വരുന്നത് 3 ആണ്. അപ്പോൾ OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, അത് വരുന്ന 3 ആണ്. ഏത് ഓപ്ഷൻ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണെന്ന് അറിയാം. അപ്പോൾ പിന്നെ അവിടെ സംശയം വരുന്നില്ല. സോ C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച് പിടികിട്ടിയോ? ഈ ഓരോ ഓപ്ഷനിലും ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കി എഴുതി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണ്ട. ഏറ്റവും അവസാനത്തെ ആളെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവസാനത്തിന് മുന്നത്തെ ആളെ നോക്കിയാൽ മതി. പലപ്പോഴും നിങ്ങളെ ക്വസ്റ്റ്യൻസ് ടഫാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ഓപ്ഷൻസ് ആയിരിക്കും എപ്പോഴും ഇങ്ങനെ കുഴപ്പിച്ച് തരുന്നത്. 3, 4 അങ്ങനെ കുഴപ്പിക്കാൻ അവർ നിൽക്കാറില്ല. സോ എപ്പോഴും ഡി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. എൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യം നോക്കി. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെൻറ്റ് X വിത്ത് അറ്റോമിക് നമ്പർ 23 ഈസ് 1s2 2s2 2p6 3s2 3p6 3d3 4s2. ഓക്കെ, 3D ആദ്യം എഴുതിയിട്ടുണ്ട്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ? 10, പിന്നെ 16, 17, 18, 19, 22 എലമെൻറ്റിൻ്റെ എണ്ണം ശരിയാണോ നോക്കി, ഒന്നുകൂടെ നോക്കി. ഇത് ശരിയാണോ നോക്കി. സ്റ്റേറ്റ്മെൻറ്റ് 1s2 2s2 2p6 എത്രയായി? 10 ആയി. 10 അടുത്ത് 12 ആയി അല്ലേ? 18, 20, 23 കറക്റ്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്, ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് എന്താ? ദ എലമെൻറ്റ് X ബിലോങ് ടു ദ 4th പീരീഡ്. ഈ എലമെൻറ്റ് 4ാമത്തെ പീരീഡ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 2nd ഗ്രൂപ്പിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്? 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ? 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണോ? 1 ശരിയോ 1 തെറ്റുമാണോ? അതോ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 23 അറ്റോമിക് നമ്പർ വന്നാൽ അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പോഴും എന്തായിരിക്കും? അത് 1s2 2s2 2p6 3s2 3p6 ആകുമ്പോഴത്തേക്കും 18 ആയി അല്ലേ? പിന്നെ എത്ര ഉള്ളത്? പിന്നെ ഉള്ളത് നമുക്ക് ഈ പറയുന്ന 4s ഫില്ലാവും. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്താണ്? 4s ഫില്ലാവും അല്ലേ? 4s 2 ഫില്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 3Dയിൽ ബാക്കിയുള്ള 3 പോകുന്നത്. ഇതാണ് കറക്റ്റ്. ഞാനിപ്പോൾ എനർജിയുടെ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എനർജിയുടെ ഓർഡറിലല്ല, സബ്ഷെല്ലിൻ്റെ ഓർഡർ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് പ്രശ്നം. പറഞ്ഞിരിക്കുന്നത് ഈ എലമെൻറ്റ് 4ാമത്തെ പീരീഡിൽ വരുമെന്നാണ്. സോ നോക്കിയേ, 4ാമത്തെ പീരീഡിലാണോ വരുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. കാരണം ഇതാ കണ്ടോ, ഏറ്റവും വലിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. N = ഇവിടെ എത്രയാണ്? അവസാനത്തെ ഇതിൽ 4 ആണ് വന്നിരിക്കുന്നത്. സോ 4ാമത്തെ പീരീഡിലാണ് ഇത് വരുന്നത്, ശരിയാണ്. 2ാമത്തെ ഗ്രൂപ്പിലാണോ വരുന്നത്? അല്ല. കാരണം നോക്കി, ഇത് D ബ്ലോക്ക് എലമെൻ്റ് ആണ് അല്ലേ? അവസാനത്തെ ആൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഡിയിലല്ലേ? അപ്പോൾ ഇതെന്താണ്? D ബ്ലോക്ക് എലമെൻറ്റാണ്. അപ്പോൾ D ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അവസാനമുള്ള എസിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ എത്രയാണ്? എസിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പ്ലസ് തൊട്ട് മുന്നേ ഉള്ള D, അതായത് n-1D. അപ്പോൾ 4 ൽ 1 കുറച്ചാൽ 3. 3 ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 2 5 ആണ്. സോ 5ാമത്തെ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഇതേതാണ്? D ബ്ലോക്ക് എലമെൻ്റ് ആണ്. 5ാമത്തെ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പിലല്ല വരുന്നത്. സോ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1 മാത്രമാണ് ശരി. ഓൺലി 1 ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ പീരീഡും ഗ്രൂപ്പും അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കും കണ്ടുപിടിക്കാൻ പറ്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് അത് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരം ശരിയാണെന്ന് നോക്കാം. അതെ, ശരിയാണ്. C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദ്യം? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്. സിമ്പിളാണ്. 1 2 3 4. 2ാമത്തെ പൊസിഷൻ കാർബൺ. അപ്പോൾ 2 ക്ലോറോ ബ്യൂട്ടൈൻ. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5. 2ാമത്തേൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ എന്താണ്? പെൻറ്റ് 2 പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് YNE. പെൻറ്റ് 2
YNE ആണ് പേരെന്ന് പറയുന്നത്. അപ്പോൾ പേരെന്താണ്? IUPAC നെയിം 2-chloro-butane-ഉം Pent2 YNE-യും ശരി ഉത്തരമാണ്. അടുത്ത 6ാമത്തെ ചോദ്യം നോക്കിയേ. ഫൈൻഡ് A ആൻഡ് B ആൻഡ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. എയും ബിയും എന്ന് പറയുന്ന ഏതോ രണ്ട് കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്യുന്നു കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ. നമുക്ക് CH3 COO CH2 CH3 കിട്ടുന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് എസ്റ്റർ ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഇത് COO എന്ന് പറയുമ്പോൾ എസ്റ്റർ ആണെന്ന് നമുക്കറിയാം. എസ്റ്റർ ഉണ്ടാകുന്ന ആരൊക്കെയാണ്? കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? എസ്റ്ററുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ആകുന്നത് അല്ലേ? നമുക്കറിയാം CH3 COOH എന്ന് പറയുന്നതിലുള്ള H നഷ്ടപ്പെട്ടു. ആ H ഈ പറയുന്ന CH3 CH2 OHലെ എന്താണ്? OH-ആയിട്ട് ചേർന്നിട്ടാണ് ഇവിടെ എക്സ്ട്രാ വാട്ടർ ഉണ്ടായിട്ടുള്ളത് അല്ലേ? അങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആളാരൊക്കെ ആയിരിക്കും? എയിലുള്ളത് ആളായിരിക്കും? എയിലുള്ളതൊരു CH3 COOH ആയിരിക്കും. ബിയിലുള്ളത് എന്തായിരിക്കും? ഒരു ആൽക്കഹോൾ ആയിരിക്കും. അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? CH3 CH2 OH ആയിരിക്കും. ഇത് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ പറയുന്ന H ഇവിടെ നഷ്ടപ്പെടുന്നു. ഈ പറയുന്ന അടുത്ത് എന്താണ്? ഈ പറയുന്ന OH ഇവിടെ നഷ്ടപ്പെടുന്നു. ഈ OH കൂടെ ചേർന്നിട്ട് വാട്ടറായിപ്പോയി. ബാക്കി ഈ COOയുടെ കൂടെ ദൈവം വന്ന് ചേരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന എസ്റ്റർ കിട്ടി. ഓക്കെയാണ്. 6ാമത്തെ ചോദ്യം ഉത്തരം കറക്റ്റാണ് അല്ലേ? CH3 COOH-ഉം C2H5OH ആണ് എയും ബിയും എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം പറയുന്നത് എന്താ? ദ കാറ്റഗറി ഓഫ് സർട്ടൻ മെഡിസിൻസ് ആർ ഗിവൺ, മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ആൻറ്റിസെപ്റ്റിക് അല്ലേ? ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് പരിസ്ഥിതി കാടെന്നാണ്. ഡെറ്റോൾ നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള ഓർഗാനിസങ്ങളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്. അതാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. സ്കിന്നിന് പുറത്തുള്ള ഓർഗാനിസത്തെ നശിപ്പിക്കുന്നു. ആൻറ്റി പൈററ്റിക്കിലെ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി മാറാൻ, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻറ്റി പൈററ്റിക്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇനി ഇത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടു വിച്ച് ടൈപ്പ് ഓഫ് ദ ഫോളോയിങ് മെഡിസിൻസ് ബിലോങ്? ആസ്പിരിൻ എന്നാൽ എന്താണെന്നാണ്. ആസ്പിരിൻ എന്താണ്? അനാൽജസിക്സ് ആണ് അല്ലെ? പെയിൻ കില്ല് ചെയ്യുന്ന സാധനമാണ്. പെനിസിലിൻ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ആ പേരുകൾ അവസാനത്തെ ഭാഗത്ത് വന്നതാണ്, ഉറപ്പായിട്ടും പഠിക്കണം അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? കിൽ ഓർ ഇൻഹാബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ സ്കിൻ ഓർ ടിഷ്യൂ. ആൻറ്റിബയോട്ടിക് ഫീവർ കുറയ്ക്കാൻ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു അനാൽജസിക്സ് ആയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻറ്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പെനിസിലിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. 8ാമത്തെ ചോദ്യം. ഓക്കെ, 8ാമത്തെ ചോദ്യം. ദ പൊസിഷൻ ഓഫ് 2 elements A and B in the periodic table are given below. Symbol are not real. A എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡിൽ 2ാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. B 3ാമത്തെ പീരീഡിൽ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് A and B. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം 4ാമത്തെ പീരീഡാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ അവസാനത്തെ നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. 2ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? S ബ്ലോക്കിലാണ് വരുന്നത്. അപ്പോൾ 4s ആയിരിക്കും അവസാനത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. എത്രയായിരിക്കും? 4s ആയിരിക്കും. 2ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് 4s2 ആയിരിക്കും. അപ്പോൾ 4s2 വരെ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയേ. 1s2 2s2 2p6 3s2 3p6 അത് കഴിഞ്ഞിട്ട് 4s2 അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3D എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട് മൊത്തത്തിൽ? ഇവിടെ വരെ ആകുമ്പോൾ 10 16 18 19 20. സോ ഇവിടുത്തെ നമ്മുടെ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. അറ്റോമിക് നമ്പർ 20 വരുന്ന ആരാണ്? അത് കാൽഷ്യമാണ്. അടുത്ത് ബിയുടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബി 3ാമത്തെ പീരീഡിലാണ്. അപ്പോൾ 3 എന്ന് എഴുതുക. പീരീഡ് 3ാമത്തെ പീരീഡ് 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 17ാമത്തെ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അത് ഏത് ബ്ലോക്ക് എലമെൻ്റ് ആണ്? പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റിൽ എന്താണ് വന്നിരിക്കുന്നത്? 17 വന്നിരിക്കുന്നത്. നമുക്കറിയാം 13 തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ 10 11 12 പിന്നെ ഉള്ള എത്രയാണ്? 13 തൊട്ട് 7 നമ്മൾ നോക്കി എത്ര കിട്ടും? 13 14 15 16 17 5 അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 3p6 ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 3p6 എന്ന് എഴുതി നോക്കിയേ. 1s2 2s2 2p6 3s2 3p6. ഇതായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺസ് എത്രയുണ്ട്? 10 6 16 2 16 അല്ലേ? അല്ല 6 അല്ലല്ലോ, 5 അല്ലേ? 5. ഓക്കെ, അപ്പോൾ എത്ര വരും? 1s2 2s2 2p6 3s2 3p5. മൊത്തം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 10 5 15 2 17. 17 ആണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. 17 ആണ്. 17 എന്താണ്? ക്ലോറിനാണ് വരുന്നത്.
സോ കാൽഷ്യത്തിൻ്റെ ക്ലോറിൻ്റെ എഴുതാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് പകരം ഒന്ന് ചുറ്റി ചോദിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ അറിയണമെങ്കിൽ എന്താണ് ബ്ലോക്കും പീരീഡും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ആ ഒരു നിയമം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ടാവണം. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബൈ ദ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. എയും ബിയും കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? കാൽഷ്യം ക്ലോറിനും കൂടി ഉണ്ടാകുന്നത് CaCl2 കാൽഷ്യം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇത് എഴുതുന്ന മനസ്സിലായ സംഭവം എന്താണെന്ന് വേറൊന്നുമില്ലടാം. നമുക്ക് പീരീഡിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം പീരീഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു എത്ര ഷെല്ലുകളുണ്ട് അല്ലേ? 1, 2, 3, 4. നാലാമത്തെ പീരീഡ് എന്ന് വെച്ചാൽ 4 ഷെല്ല് ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും ആണല്ലോ. അടുത്ത ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നിയമമുണ്ട് അല്ലേ. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഒരു നിയമം, പി ബ്ലോക്ക് ആണെങ്കിൽ ഒരു നിയമം, ഡി ആണെങ്കിൽ ഒരു നിയമം പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. എസിലാണെങ്കിൽ എന്തായിരിക്കും? S1 ആണ് വരുന്നത് അവസാനം വരുന്നതെങ്കിൽ അത് ഒന്നാമത്തെ ഗ്രൂപ്പ്. എസിൽ 2 ആണ് വരുന്നതെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ്. പിയിലാണെങ്കിലും എന്തായിരിക്കും? പിയിൽ ഈ വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എസും ബിയും കൂടെ കൂട്ടിയിട്ട് എടുത്ത് എഴുതുന്ന പരിപാടി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. സോ ഇവിടെ എത്രയാണ്? 5 ആണ് വരുന്നത്, ക്ലോറിനാണ് വരുന്നത്. അപ്പോൾ ആ നിയമം മറക്കാതെ പഠിച്ചോളണം. അവിടെ നിന്ന് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കണം. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. കറക്റ്റാണോ? ഉത്തരം കറക്റ്റാണോ എന്ന് നോക്കട്ടെ നമുക്ക്. അതെ, 1s2 2s2 2p6 4s2 ആണ്, 3p5 ആണ്, കാൽഷ്യവും ക്ലോറിനുമാണ്, CaCl2 ആണ് ഇവിടുത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം നോക്കിയേ. വൺ ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ റെപ്രസെൻ്റ് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഒരു എന്താണ്? ഈതൈൻ റിയാക്ട് ചെയ്യുന്നു HCl-ലുമായിട്ട് എന്തോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ആ പ്രോഡക്റ്റിൻ്റെ പോളിമറൈസേഷൻ നടന്ന് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എയുടെ സ്ട്രക്ചറൽ ഫോർമുല എന്താ? നമുക്കറിയാം ഈ CH ട്രിപ്പിൾ ബോണ്ട് പോളിമറൈസേഷൻ ആണ് അല്ലെ, അഡീഷൻ നടക്കുകയാണ് ഇവിടെ. എന്ത് നടക്കും? അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ഈ CHന് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്കായിട്ട് എന്താവും? ഡബിൾ ബോണ്ടായിട്ട് മാറും, എന്നിട്ട് CH. അപ്പോൾ ആ ഒരു ബോണ്ട് ഇവിടെ ബാക്കി ഉണ്ടാവും. ആ ബോണ്ടിലേക്ക് ഒരിടത്ത് H വന്ന് ചേരും, മറ്റൊരിടത്ത് എന്ത് വരും? Cl വന്ന് ചേരും. ഇതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. അല്ലേ. ഈ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഇവിടെ ഓരോരുത്തരെ കിട്ടും. ഒരിടത്ത് H വന്ന് ചേരും, മറ്റൊരിടത്ത് Cl വന്ന് ചേരും. അങ്ങനെ നമുക്ക് കിട്ടും. ചുരുക്കത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാം? CH2 സിംഗിൾ ബോണ്ട് CHCl എന്ന് പറയും. ഇതിൻ്റെ പേരെന്തുവാണ്? വിനൈൽ ക്ലോറൈഡ്. അതിൻ്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ്. അടുത്ത, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ബി? ഇത് പോളിമറൈസേഷൻ നടക്കുമ്പോൾ, വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ അല്ലേ, നമ്മളെങ്ങനെ എടുക്കുന്ന N ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് കൊടുക്കും. ബോണ്ട് പോളിമറൈസേഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുന്നത്? പോളി വിനൈൽ ക്ലോറൈഡ് അല്ലേ. എന്ത് കിട്ടും? പോളി വിനൈൽ ക്ലോറൈഡ് കിട്ടും അല്ലേ. എന്ത് കിട്ടും? എന്താ ഒരു വര നമ്മളിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരുപാട് പേര് ചെയിനായിട്ട് പോകുന്നു എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ വര കൊടുത്ത് നമ്മൾ എന്ത് കാണിക്കും? അത് പോളി വിനൈൽ ക്ലോറൈഡായി എന്ന് പറയും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. എന്തിനു വേണ്ടി ഉപയോഗിക്കും? പൈപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സിമ്പിളാണ്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പോളിമറൈസേഷൻ തന്നെയാണ്. കണ്ടോ, പോളിമറൈസേഷൻ ഉപയോഗിക്കുന്ന PVC പൈപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. 10ാമത്തെ ചോദ്യം നോക്കിയത്. IUPAC നെയിം ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ. റൈറ്റ് ദെയർ സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ ചോദിച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യം. ഇതൊന്നും ഒരു പാടുമില്ല അല്ലേ, സിമ്പിളാണ്. മുമ്പത്തെ 1 ചോദ്യങ്ങൾ വെച്ച് നോക്കിയത് ഭയങ്കര എളുപ്പമാണ്. ഡൈമീഥൈൽ ഹെപ്റ്റൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെപ്റ്റൈൻ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്. ANE ആണ്. അപ്പോൾ എല്ലായിടത്തും എന്തുവാണ്? സിംഗിൾ ബോണ്ടാണ്. അതിൽ 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അഥവാ CH3 ഉണ്ട്. ഇതല്ലേ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. ബാക്കി ഹൈഡ്രജൻ എഴുതി ചേർത്താൽ പോലെ CH3, ഇവിടെ 3 CH, ഇവിടെ 2 CH2, ഇവിടെ എന്താണ്? CH, ഇവിടെ എന്താണ്? CH2, CH3. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. അടുത്ത് ഹെക്സ് 2 ENE ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്. ഹെക്സിൽ 2ാമത്തെ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ENE. 2ാമത്തെ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ബാക്കി അങ്ങനെ എഴുതിപ്പോലെ CH3, CH, ഇവിടെ എത്ര? 1 2 3 4 CH2, CH3. ഓക്കെയാണ്. ഇത് നമ്മൾ 1ാമത്തെ ചോദ്യത്തിൽ ചെയ്യാൻ പഠിച്ച ചോദ്യമാണ് അല്ലേ. ഇങ്ങനെയല്ലേ സ്ട്രക്ചർ വരുന്നത്? നോക്കിയേ. അതെ, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. 2ാമത്തെയും 4ാമത്തെയും പൊസിഷൻ CH3. ഇവിടെയാണെങ്കിൽ 2ാമതൊരു ഡബിൾ ബോണ്ടും വരും. ഓക്കെ. 11ാമത്തെ ചോദ്യം നോക്കി. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ബ്യൂട്ടൻ 1 ഈസ് ഗിവൺ. അതെ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. 1ാമത്തെ OH ബ്യൂട്ടൻ 1 തന്നിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്.
നമുക്കറിയാം പൊസിഷൻ ഐസോമർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന പൊസിഷൻ മാറും. ഇവിടെ ഇരിക്കുന്ന ഒന്നിലാണെങ്കിൽ അതെങ്ങോട്ട് പോവുകയാണ്? 1 2 3 4. ഇവിടെയാണ് ആ OH വന്ന് ചേർന്നതെങ്കിൽ അതെന്തായി? ഇവൻ്റെ ഒരു ഫംഗ്ഷൻ ഐസോമറായി. ഇതിൻ്റെ പേരെന്തായിരിക്കും? മെത്ത് എത്ത് പ്രൊപ്പോ ബ്യൂട്ട് 2 ഓൾ. അപ്പോൾ എന്തായിരിക്കും? ബ്യൂട്ടൻ 2 ഓൾ കിട്ടി. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വിച്ച് ബിലോങ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ് ഹാവിങ് 2 കാർബൺ ആറ്റം. അപ്പോൾ ഇവിടെ 4 കാർബൺ ആറ്റമുള്ള ആൽക്കഹോളാണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യാസം വരത്തില്ല, എണ്ണത്തിൽ മാത്രമേ, കാർബണിൻ്റെ എണ്ണത്തിലേ കുറവ് വരുള്ളൂ. 4 എന്നുള്ളത് 2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 2 കാർബൺ ഉള്ള ആൽക്കഹോളിനെ എന്ത് വിളിക്കും? ഇവിടെ എത്തനോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എത്തനോൾ എന്ന് വിളിക്കും അല്ലേ? CH3 സിംഗിൾ ബോണ്ട് CH2OH എന്ന് വരും. ഇതാണ് എത്തനോൾ. അപ്പോൾ അറിയാലോ, ഹോമോലോഗസ് സീരീസ് ഒക്കെ മറന്നു പോയിട്ടില്ലല്ലോ. സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിലെന്തായിരിക്കും? കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ മാത്രം ഇങ്ങനെ വ്യത്യാസം വന്ന് പോകുന്ന 2 4 6 8 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ 2 കാർബണുള്ള ഹോമോലോഗസ് സീരീസ് എഴുതാൻ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു 4 കാർബൺ ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം വരുമ്പോൾ അതെന്താവും? എത്തനോളായിട്ട് മാറും. അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്, A പാർട്ടിൻ്റെ കേട്ടോ. പൊസിഷൻ ഐസോമർ ബ്യൂട്ടൻ 2 ഓളാണ്, എത്തനോളാണ് നമ്മുടെ ഐസോമർ അല്ല ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അടുത്ത നല്ലൊരു ഓർ ചോദ്യം വരുന്നുണ്ട്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ആൽക്കഹോൾ ഈസ് C4H10O. വാട്ട് ഈസ് റൈറ്റ്? ഇറ്റ് ഹാസ് 2 പൊസിഷൻ ഐസോമർ. ഓക്കെ, ഉണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദീസ് ഐസോമർ. നോക്കട്ടെ, കാർബൺ ആറ്റം 4 എണ്ണമുള്ള 1 2 3 4, അതിലൊരു OH വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കാർബൺ 1 2 3 4. ഇവിടെ ഹൈഡ്രജൻ എത്ര? CH3 CH2 CH എത്ര? 1 2 3 4. ഓക്കെ, ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. ഹൈഡ്രജൻ എത്രയുണ്ട്? 3 4 5 6 7 8 9 10. H10 ഒരു ഓക്സിജനും ഉണ്ട്. അതെ, ഇത് തന്നെയാണ് ആൾ. ഇതാണ് എൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. ഇവൻ്റെ ഐസോമറുകൾ 2 എണ്ണം ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവും പൊസിഷൻ ഐസോമർ? ഞാൻ ബാക്കി എഴുതുന്നില്ല, കാർബൺ മാത്രമേ എഴുതുന്നുള്ളേ. ഇവിടെ 1ാമത്തെ പൊസിഷനിൽ OH ഇരിക്കുന്നു. 2ാമത്തെ പൊസിഷനിൽ OH വന്നു കഴിഞ്ഞാൽ അതെന്തായി? ഒരു പൊസിഷൻ ഐസോമറായി. ഇനി ഈ 3ാമത്തെ പൊസിഷനിൽ വന്നാലും എന്തായി? ഒരു പൊസിഷൻ ഐസോമറായി. 3ാമത്തെ പൊസിഷൻ വന്ന പൊസിഷൻ ഐസോമർ ആവുമോ? ഇല്ല, 4 ഉള്ളൂ. അപ്പോൾ എന്താ? ഈ ഒരു ഐസോമർ മാത്രമേ ഇവിടെ വരത്തുള്ളൂ അല്ലേ? ഒന്നുകിൽ ആദ്യത്തേതിൽ വരുന്നു ഇത്, അല്ലെങ്കിൽ 2ാമത്തേൽ വരുന്നു. കാരണം 3ാമത്തെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പുറത്ത് നിന്നായിരിക്കും നമ്മൾ പിന്നെ എണ്ണം എടുക്കുന്നത്, അത് 2ന് തുല്യമായിട്ട് മാറും. ഇതാണ് 2 ഐസോമറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് IUPAC നെയിം ഓഫ് ദ ഐസോമർ എന്തൊക്കെയായിരിക്കും? മെത്ത് പ്രൊപ്പോ ബ്യൂട്ടൻ 1 ഓളും ഉണ്ട്, ബ്യൂട്ടൻ 2 ഓളും ഉണ്ട്. ഇതാണ് 2 ഐസോമറുകൾ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എനി വൺ ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട്. ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ആണ്, സെറ്റാണ്. അടുത്ത 12ാമത്തെ ചോദ്യം നോക്കിയേ. എത്ര മാർക്കിൻ്റെയാ? 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് മെൻ ബൈ ഐസോമറിസം? സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയും അല്ലെങ്കിൽ സ്ട്രക്ചറുള്ള വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം? ഏതൊക്കെയാണ്? ചെയിൻ ഐസോമറിസം ഉണ്ട്, പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മെറ്റാമറിസം എന്നിങ്ങനെ 4 എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത്. ഐസോമറിസം എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൗണ്ട് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഓർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ടൈപ്പ് ഏതൊക്കെയാണ്? ചെയിന്, പൊസിഷന്, ഫംഗ്ഷന്, മെറ്റാമറിസം. 13ാമത്തെ ചോദ്യം നോക്കിയത്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഈതർ ഈസ് ഗിവൺ. ഒരു ഈതർ വന്നിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് മെറ്റാമർ. ഇതിനൊരു മെറ്റാമർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മെറ്റാമർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈവാലൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇരിക്കുന്നതിൻ്റെ ഇടത്തും വലത്തുമുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഐസോമറിസം, മെറ്റാമറിസം. അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുന്ന മെറ്റാമറിസം അല്ലേ എന്താണ്? ഇവിടെ 3ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ അതിന് 2 കൊണ്ടുപോയി. പിന്നെ അപ്പോൾ ഇപ്പുറത്തുള്ളവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ ഉണ്ടാവും. സോ ഇതൊരു മെറ്റാമറാണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് ദ കോമ്പൗണ്ട്. മെറ്റാമറിൻ്റെ ബാക്കി ഹൈഡ്രജൻ എഴുതി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടുമല്ലോ. പേരെഴുതിക്കുക. ഇവൻ്റെ പേരെന്താ? 1 2 1 2. അപ്പോൾ മെത്ത് എതോക്സി ഈതൈൻ. ആദ്യത്തെ ആളുടെ പേരെന്താണ്? എതോക്സി ഈതൈൻ. ഈ വരച്ചേക്കുന്നതിൻ്റെ പേരെന്താണ്? ഇവിടെ 1 2 3. അപ്പോൾ എന്തായിരിക്കും പേര് വരുന്നത്? മെതോക്സി മെത്ത് പ്രൊപ്പൈൻ. ഇതാണ് പേര് വരുന്നത്. പേരൊക്കെ കൊടുക്കുന്നത് സിമ്പിളല്ലേ, കിട്ടുമല്ലോ. അടുത്ത ബി പാർട്ട് നോക്കിയേ. ബി പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? എ പാർട്ട് ശരിയാണോ? ഉത്തരം പറയുന്നത് ശരിയാണോ? അതെ. പേര് ശരിയാണ്. അടുത്ത ബി പാർട്ട് നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. ഓക്കെ, ഇതെന്തുവാണത്?
ഇതൊരു ഈതറാണ് അല്ലേ, അല്ല സോറി, എന്താണ്, കീറ്റോൺ ആണ്, കീറ്റോൺ. വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്? ഇതിൻ്റെ IUPAC നെയിം എന്താ? 1 2 3 4 5. അപ്പോൾ 5 പെൻറ്റൈൻ ഈ മാറ്റിയിട്ട് എന്ത് വരും? പെൻറ്റൻ 3 എന്തുവാണ്? 1 അല്ലേ, പെൻറ്റൻ 3 1 ഇതാണ് പേരെന്ന് പറയുന്നത്. കാരണം കീറ്റോൺ അല്ലേ, 1 ആണ് വരുന്നത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ഇറ്റ്സ് മെറ്റാമർ. ഇതിൻ്റെ മെറ്റാമർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് വരയ്ക്കും നിങ്ങൾ? വരയ്ക്കാം. കാർബൺ, ഇത് ഇവിടെയാണ് നമ്മുടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ വരുന്നത്. പിന്നെ എന്ത് പറ്റും? കാർബൺ കാർബൺ കാർബൺ. അപ്പോൾ എന്ത് പറ്റും? രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? പെൻറ്റൻ 2 1. അതാണ് മെറ്റാമർ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ പൊസിഷന് മാറ്റം വരും. ഇവിടെ 3-ലിരുന്നു, ഇവിടെ എവിടെയായിരുന്നു? 2-ലായിരുന്നു. പഠിച്ച കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെൻറ്റൻ 2 1 ആണ് വരുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 16. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ കോമ്പൗണ്ട്. എഴുതാമല്ലോ. എന്താ എഴുതാം? 16 വരണം. 1s2 2s2 2p6 ആകുമ്പോൾ 10 ആയി. അടുത്ത് 3s2 ആകുമ്പോൾ 12 ആയി. പിന്നെ എന്താ ഉള്ളത്? 3p 12 അല്ലേ, പിന്നെ എത്ര? 3p4 വരും അല്ലേ. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കോണ്ടന്റ് നമ്പർ n ആൻഡ് l ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഓഫ് ഇറ്റ്. ഔട്ടർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ n വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അവൻ്റെ l വാല്യൂ എത്രയായിരിക്കും? 0 1 2 ആയിരിക്കും. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻ എന്തായിരിക്കും? ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? 2 × l + 1 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 2 അല്ലേ, അപ്പോൾ 2 × 2 4 4 + 1 5 ഓറിയൻറ്റേഷൻ ഉണ്ടാവും. 5 ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് പറയുന്നുണ്ട് 5 ഓറിയൻറ്റേഷൻ വരും. എങ്ങനെയാണ് n കണ്ടുപിടിക്കേണ്ടത്, l കണ്ടുപിടിക്കേണ്ടത്, m കണ്ടുപിടിക്കേണ്ടത്? പല ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ്. ആ ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ശരിയാണോ? എഴുതിയിരിക്കുന്നത് ശരിയാണോ? അതെ. 1s2 2s2 2p6 3s2 3p4 4 ആയതുകൊണ്ട് അല്ലേ. ഞാൻ 4 തെറ്റിയോ? എനിക്ക് തെറ്റിയോ? അയ്യോ ഞാൻ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു തെറ്റ് പറ്റി കേട്ടോ. അത് തെറ്റിയിട്ടൊന്നുമില്ല. 3 തന്നെ കൊടുത്തേക്കുന്നത് അല്ലേ, 3 തന്നെ കൊടുത്തേക്കുന്നത്. തെറ്റിയില്ല. ഞാൻ മറ്റേ ഫോർമുല അയച്ചിട്ടിരുന്നു. ഞാൻ ഈ ഫോർമുലയോട് ശ്രദ്ധ പോയി. ഓക്കെ, അപ്പോൾ 3 തന്നെയാണ്. n വാല്യൂ 0 1 2 ആണ് വരുന്നത്. 5 + 1 5 തന്നെ കിട്ടും. ഉത്തരം കിട്ടി, കറക്റ്റാണ്. 15ാമത്തെ ചോദ്യം നോക്കിയേ. When carbon monoxide react with hydrogen in the presence of a catalyst at 573 Kelvin, product A is obtained. ഞാൻ പറഞ്ഞു, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള റിയാക്ഷനുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള റിയാക്ഷനാണ്. എന്തുവാണ് റിയാക്ഷൻ? ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിൻ. എന്ത് കിട്ടും? CH3OH കിട്ടും. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. പഠിച്ചിട്ടുണ്ട്. CH3OH കിട്ടും. വെൻ A റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, പ്രോഡക്റ്റ് B ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഈ കിട്ടുന്നവനാണ് A. ഇവൻ ആരോട്ട് റിയാക്ട് ചെയ്യാണ്? CH3OH റിയാക്ട് വിത്ത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. നമുക്ക് എന്ത് കിട്ടും? CH3. ഈ CO കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും? COOH കിട്ടും അല്ലേ. CH3COOH കിട്ടും. ഇതാണ് B എന്ന് പറയുന്നത്. ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് A ആൻഡ് B. A എന്താണ്? മെത്തനോൾ. B എന്താണ്? എത്തനോ. B എന്താണ്? എത്തനോയിക് ആസിഡ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഹോമോലോഗസ് ഓഫ് B ഹാവിംഗ് 1 കാർബൺ ആറ്റം. ഇവൻ്റെ ഇതിലിപ്പോൾ 2 കാർബൺ ആറ്റം ഉണ്ട്. ഇവൻ 1 കാർബൺ ആറ്റം വരുന്ന ഹോമോലോഗസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? COOH എന്ന് മാത്രം എഴുതും അല്ലേ. എന്താണ്? മെത്തനോയിക് ആസിഡ് എന്ന് മാത്രം വരും. സോ ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. 15 നോക്കിയേ. ഇതാണ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇത്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ഷൻസ് അതുപോലെ പഠിക്കണം. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? COOH വരും. 16ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കഹോൾ ഫാമിലി. എന്തുവാണ് IUPAC നെയിം? മെത്തനോൾ. ഡിഫറൻസ് ബിറ്റ്വീൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താ? 95% ആൽക്കഹോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. പവർ ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റിനോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി ചേർക്കും? പെട്രോളും കൂടി ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് പവർ ആൽക്കഹോൾ. സിമ്പിൾ ചോദ്യം അല്ലേ. ഇതാണ് അല്ലേ. അപ്പോൾ 95% വന്നാൽ അത് റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതിനോടൊപ്പം കൂടെ പെട്രോളും കൂടി ചേർത്താൽ കിട്ടുന്നത് പവർ ആൽക്കഹോൾ. സിമ്പിളായിട്ടുള്ള ചോദ്യം. B പാർട്ട് നോക്കി അല്ല, ഓർ ചോദ്യം നോക്കി. എത്തനോൾ ഈസ് ആൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ.
ബൈ വിച്ച് പ്രോസസ് എത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ എന്താണ് ഫെർമെൻറ്റേഷൻ ഓഫ് മൊളാസിസിൻ്റെ ഫെർമെൻറ്റേഷൻ വഴിയാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത്. അല്ലെ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഇൻ ദ പ്രോസസ്? എന്തായിരിക്കും? ഈസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് മൊളാസിസിനെ അല്ലെ ഇതിനെ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നത്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ എന്തായിട്ട് മാറ്റുന്നത്? ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റുന്നത്? സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഈസ്റ്റ് എന്ത് ചെയ്യും? ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റും. അതും സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. 17 ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൻ ബിലോ റെപ്രസെൻറ്റ് ദ കമ്പഷൻ ഓഫ് ബ്യൂട്ടൈൻ. കമ്പഷൻ റിയാക്ഷൻ എന്ന ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ബ്യൂട്ടൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്തു? ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുന്നത്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മറ്റെന്തുണ്ടാവുന്നു? വാട്ടർ ഉണ്ടാവുന്നു. സോ ഉത്തരം കിട്ടി. എക്സ് എന്ന് വെച്ചാൽ ഓക്സിജൻ, വൈ എന്ന് വെച്ചാൽ വാട്ടർ. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജൻ. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ. വാട്ട് ഈസ് കമ്പഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതും. പക്ഷേ ഇത് സിമ്പിളായിട്ടല്ല ചോദിച്ചത്, വിത്ത് എക്സാമ്പിൾ. ഞാൻ വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളുകൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഹൗ ഡസ് തെർമൽ ക്രാക്കിംഗ് ഡിഫർ ഫ്രം കമ്പഷൻ? സിമ്പിൾ. തെർമൽ ക്രാക്കിങ്ങിൽ എന്ത് പറ്റും? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സിമ്പിളായിട്ട് മാറുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പഷനിൽ എന്ത് പറ്റും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഫോം ചെയ്യുന്നതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ വ്യത്യാസം അല്ലേ. 3 മാർക്കിൻ്റെ ചോദ്യമല്ലേ, ഇത്ര എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം, 18ാമത്തെ ചോദ്യം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് C5H10O. ദ കോമ്പൗണ്ട് ഹാസ് എ ബൈവാലന്റ് ഓക്സിജൻ ആറ്റം ഇൻ ഇറ്റ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ 2 കോമ്പൗണ്ട് ഫുൾഫില്ലിംഗ് ദിസ് കണ്ടീഷൻ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓക്സിജൻ വരുന്ന കേസിനകത്ത് ഐസോമെറിസം വന്നാൽ അത് ആൽക്കഹോളും ഈതറും തന്നെ ആയിരിക്കും അല്ലേ. ഏതായിരിക്കും? ആൽക്കഹോളും ഈതറും തന്നെ ആയിരിക്കും. ഇതെവിടെ പറഞ്ഞു? പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ ചെയ്തപ്പോൾ ഒരു 5 ചോദ്യത്തിന് മുകളിൽ ഇതേ സെയിം ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞു ഇവിടെ നിന്ന് ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. മോഡൽ ചോദ്യ പേപ്പറിലും അത് വന്നിട്ടുണ്ട്. സോ ഇനിയും സാധ്യതയുണ്ട്. സോ ഇനിയും അത് പഠിക്കാതെ പോകരുത്. കാർബണിൻ്റെ എണ്ണം 5. 1 2 3 4 5. അതിലെന്തുണ്ട്? ഒരു ബൈവാലൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്. അതൊരു OH ആവാം, അല്ലെങ്കിൽ എന്താവാം? 1 2 3 4 ഓക്സിജൻ 5 ഇതും ആയിക്കൂടെ? ആകാം. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ട് ഫുൾഫിൽ ചെയ്യുന്നു സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞത്. രണ്ടിടത്തും കാർബൺ എണ്ണം എത്ര? 1 2 3 4 5. ഓക്സിജൻ എണ്ണം 12 വരുമെന്ന് നോക്കാം. CH3 CH2 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 CH 1 2 3 OH. എത്ര? 3 2 5 6 7 8 9 10 11. 11 ആണോ? അല്ലേ, നോക്കട്ടെ. 3 4 5 6 7 8 9 10 11 12. അതെ, കാർബണിൻ്റെ എണ്ണം 5, ഹൈഡ്രജൻ്റെ എണ്ണം 12, ഒരു ഓക്സിജൻ. താഴെ നോക്കടാ, എന്താ പറ്റുന്നത്? CH3 CH2 CH2 CH CH3. കാർബണിൻ്റെ എണ്ണം എത്ര? 5, ഹൈഡ്രജൻ എത്ര? 3 2 5 5 5 10 അല്ലേ. ഇവിടെ എത്ര? 2 1 3 12, പിന്നെ ഒരു ഓക്സിജൻ. സോ ആൽക്കഹോൾ ഈതറുമാണ് ഫുൾഫിൽ ചെയ്യുന്ന രണ്ടുപേരുടെ സ്ട്രക്ചറും വരച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്? ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ OH. രണ്ടാമത്തെ ഉള്ളതാണെങ്കിൽ എന്താണ്? OR എന്ന് പറയും അല്ലേ. എന്ത് പറയും? OR എന്ന് പറയും. നമ്മൾ എന്ത് വിളിക്കും? ആൽക്കോക്സി ഗ്രൂപ്പ് എന്നും പറയും. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ദിസ് കോമ്പൗണ്ട്? എന്താണ്? ഫങ്ഷണൽ ഐസോമെറിസം ആണല്ലേ. എന്താണ്? ഫങ്ഷണൽ ഐസോമെറിസം ആണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ. അതിലൊരു ചോദ്യമുണ്ട്, ഇനി ഇത് പറ്റൂലെങ്കിൽ നമുക്കിത് ചെയ്യാം. എന്താണ്? 2 കോമ്പൗണ്ട് ഹാവ് എ മോളിക്കുലർ ഫോർമുല ഓഫ് C3H8O. കാർബൺ 3 പിന്നെ എന്തായിരിക്കും? OH വരും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല. ഫങ്ഷണൽ ഐസോമറുകളായിട്ടുള്ള രണ്ടാൾക്കാർ ആയിരിക്കും? കാർബൺ ഓക്സിജൻ കാർബൺ. ഇത് രണ്ടും തന്നെ സെയിം തന്നെ സംഭവം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് ദ കോമ്പൗണ്ട്. ഇവൻ്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൻ 1 ഓൾ ആയിരിക്കും. ഇവൻ്റെ പേരെന്തായിരിക്കും? ആദ്യം സിമ്പിൾ ചെറുത് എഴുതണ്ടേ? മെതോക്സി ഈഥെയ്ൻ. ഓക്കെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് എനി ഓഫ് ദ കോമ്പൗണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ നമുക്ക് ഇവൻ്റെ എടുക്കാം അല്ലേ. ഇവിടെ 3 കാർബൺ ഉണ്ട്. ഒന്നാമത്തെ പൊസിഷനിലായിരുന്നു ഇവിടെ OH ഇരുന്നത്. ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ പൊസിഷനിൽ OH കൊണ്ടുവന്നു. കിട്ടിയല്ലോ പൊസിഷൻ ഐസോമർ. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചോദ്യം എന്ത് ചെയ്തിരിക്കുകയാണ്? ചോദ്യ പേപ്പർ തീർന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട.
നന്നായി ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം പഠിച്ചതിന് ശേഷം ചോദ്യം ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കെമിസ്ട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബയോളജിയുടെയും മോഡൽ ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് സോഷ്യൽ സയൻസ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചെയ്തില്ല. അതും ഉടനെ തന്നെ ചെയ്യും. പ്ലസ് ഇത് നമ്മൾ അടുത്ത മാസം മുതൽ എന്ത് ചെയ്യുന്നു, റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്ററിൽ ഒരു 2-3 പാർട്ടിനെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് ഉടനെ ചെയ്യും. അതോടുകൂടി നമ്മുടെ ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഏതാണ്ട് ജൂലൈ 10-ാം തീയതി എന്തോ ആയിട്ടേ ഉള്ളൂ. സോ എക്സാമിന് മുന്നേ നമുക്ക് ആവശ്യം ഒരു മാസത്തോളം സമയം ഇനി ബാക്കിയുണ്ട്. സോ ആ ദിവസങ്ങളൊക്കെ നമ്മൾ മാക്സിമം റിവിഷനും ഇതുപോലെ ചോദ്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറയാനേ മറക്കണ്ട, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.